സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. ദ സ്ക്വയേഴ്സ് ഓഫ് എ നാച്ചുറൽ നമ്പേഴ്സ് ആർ കോൾഡ് പെർഫെക്റ്റ് സ്ക്വയർ. ഒരു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. Thus, when a number is multiplied by itself, the product is a perfect square. അതായത് ഒരു സംഖ്യയെ അതേ സംഖ്യയാൽ തന്നെ ഗുണിക്കുമ്പോൾ ലഭിക്കുന്ന ഗുണനഫലമാണ് പെർഫെക്റ്റ് സ്ക്വയർ. എ പെർഫെക്റ്റ് സ്ക്വയർ ക്യാൻ ഓൾവേസ് ബി എക്സ്പ്രസ്ഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പെയർ ഓഫ് പ്രൈം ഫാക്ടർ. അതായത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ എപ്പോഴും പ്രൈം ഫാക്ടേഴ്സിൻ്റെ ജോഡികളുടെ ഗുണനഫലമായിട്ട് എഴുതാം. Check whether the number 441 is a perfect square or not. 441 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്നെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. 441 പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ ആദ്യത്തെ സ്റ്റെപ്പ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. പ്രൈം ഫാക്ടറൈസേഷൻ എന്നാൽ ഒരു സംഖ്യയെ പ്രൈം നമ്പറായി വിഭജിച്ച് അവയുടെ ഗുണനഫലമായി എഴുതുന്നതിനെയാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ 441നെ 3ഉം 7ഉം എന്ന പ്രൈം നമ്പേഴ്സ് കൊണ്ട് നമുക്ക് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനാൽ 441ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ആണ് 3 × 3 × 7 × 7 എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗ്രൂപ്പ് ദ പ്രൈം ഫാക്ടേഴ്സ് ഇൻടു പെയർ ഓഫ് ഐഡൻറ്റിക്കൽ ഫാക്ടേഴ്സ്. ഒരേ പ്രൈം ഫാക്ടറുകളെ ജോഡികളായി ഗ്രൂപ്പ് ചെയ്യുക. ഇവിടെ നോക്കിക്കേ, ഗ്രൂപ്പ് ചെയ്ത ശേഷം പ്രൈം ഫാക്ടേഴ്സ് ഒന്നും ശേഷിക്കുന്നില്ല. അങ്ങനെ ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ഒരു ഫാക്ടറും പെയർ ജോഡികളില്ലാതെ ശേഷിക്കുന്നില്ലെങ്കിൽ ആ സംഖ്യ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ 441 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പറയാം. ഇനി നമുക്ക് 7688 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് 7688നെ ഒരു പ്രൈം ഫാക്ടറുകളുടെ ഗുണനഫലമായിട്ട് എഴുതാം. അതിനാദ്യം അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യും. അപ്പം നമുക്ക് പ്രൈം ഫാക്ടേഴ്സ് കിട്ടുന്നു. അതിനുശേഷം അതിനെ ഗ്രൂപ്പ് ചെയ്യും. ഇവിടെ നോക്കിക്കേ, ഗ്രൂപ്പ് ചെയ്തപ്പോൾ 2 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് പെയറൊന്നുമില്ല. അപ്പം ഇവിടെ 1 prime factor 2 is left unpaired. Therefore 7688 is not a perfect square. കൂട്ടുകാരെ, ഇനി നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. വിച്ച് ഓഫ് ദീസ് ഈസ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് എ സ്ക്വയർ നമ്പർ? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് പെർഫെക്റ്റ് സ്ക്വയർ സംഖ്യയുടെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ, എങ്ങനെയാണ് ഒരു സംഖ്യ തന്നാൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.